പ്രമുഖ അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ടി അശോക് കുമാർ രചിച്ച മയ്യഴി ജനാഭിലാഷത്തിന്റെ നാൾവഴികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. നെയ്തൽ പതിപ്പകം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം സിക്കിം ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് പയസ് സി കുര്യാക്കോസ് മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഈ വേദപാരംഗതയായതുകൊണ്ടായിരിക്കണം കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത്ര പോപ്പുലർ അല്ല. കാരണം കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുന്നത് അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, രോഗശാന്തിയൊക്കെ കൊടുക്കുക, അത്തരം പുണ്യവതിമാരെയാണ്. ഈ പുണ്യവതി ആ ടൈപ്പല്ല. ഇത് വേദപാരംഗതയാണ്. അവർ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മുടെ കൽക്കട്ടയിലെ മദർ തെരേസ ഉൾപ്പെടെ നമുക്ക് കത്തോലിക്ക സഭയിൽ 9 തെരേസമാരുണ്ട്. മദർ തെരേസ ജൂനിയർ മോസ്റ്റ് ആണ്. നമ്മുടെ മാഹിയിലെ തെരേസ പുണ്യവതി സീനിയർ മോസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ നാമഹേതിക ആയിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1913 വയസ്സുള്ളപ്പോൾ 1963-ലോ 64-ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മയ്യഴിയുടെ ആത്മകഥയാണ് പ്രശസ്ത അഭിഭാഷകൻ ടി അശോക് കുമാറിന്റെ മയ്യഴി ജനാഭിലാഷത്തിന്റെ നാൾവഴികൾ എന്ന ഗ്രന്ഥത്തിൽ അനാവരണം ചെയ്യപ്പെട്ടതെന്ന് വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദൻ പറഞ്ഞു. നീതിബോധത്തിന്റെ സ്വത്തമായ അശോകൻ വക്കീൽ ഉൾക്കരുത്തും ആത്മബോധവുമുള്ള പോരാളി കൂടിയാണെന്നും ഈ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും എം മുകുന്ദൻ കൂട്ടിച്ചേർത്തു. അതിനു പുറമെ നമുക്ക് വലിയൊരു ചരിത്ര സമ്പത്ത് ഉണ്ടെങ്കിലും ചരിത്ര പുസ്തകങ്ങൾ അപൂർവമാണ്. അത് എനിക്ക് തോന്നുന്നത് മയ്യഴിയുടെ ഒരു പ്രശ്നം ഇത് വളരെ സർഗാത്മകമായിട്ടൊരു പ്രദേശമാണ്. ആരെന്ത് എഴുതിയാലും അതിൽ സാഹിത്യം വരും എന്നതാണ്. നമ്മുടെ ഗംഗാധരൻ്റെ മയ്യഴി പോലും അങ്ങനെയാണ്. അതിൽ ഒരുപാട് സാഹിത്യം, കവിത കടന്നു വന്നിട്ട് ഒരുപാട് വാങ്മയങ്ങൾ. മയ്യഴി മായികമായ ഒരു ഭൂപ്രദേശമാണെന്നും അറിയും തോറും പൊരുളേറി വരുന്ന നാടാണെന്നും എം മുകുന്ദനിലൂടെ ലോകമറിഞ്ഞ മയ്യഴിയെക്കുറിച്ച് എഴുതപ്പെടുന്നതെന്തും വായിക്കപ്പെടുമെന്നും മുൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഹോട്ടൽ തീർത്ഥ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. എൻ്റെ അടുത്ത് വീടിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നത് ISROയിൽ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അതിന്റെ അപ്പുറത്ത് താമസിച്ചിരുന്നത് ഒരു അഡ്വക്കേറ്റ് AP അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. നെയ്തൽ പതിപ്പകം എഡിറ്റർ ഡോക്ടർ മഹേഷ് മംഗലാട്ട പുസ്തക പരിചയം നടത്തി. പുതുച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ PK സത്യാനന്ദൻ, ഡോക്ടർ V രാമചന്ദ്രൻ, വടക്കൻ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. അനിൽ പള്ളൂർ സ്വാഗതവും വിജേഷ് പുത്തലത്ത് നന്ദിയും പറഞ്ഞു.